എടാ ദേ ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത്. ഓ ആ എത്തിയല്ലോ. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ തോമസ് ആന്റണി, SP. ബാലു മുമ്പ് തൃശ്ശൂർ ഇരുന്നപ്പോ അതേ SP ആയിരുന്നപ്പോ ഞാൻ PG സർക്കിളാ. ഇടയ്ക്കിടയ്ക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയേറിച്ചായിട്ട് വരുമായിരുന്നു വീട്ടിൽ. അയ്യോ മാഡം, ഇത് നരേന്ദ്രൻ, AC യാ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. വരൂ. ടിപ്പിക്കൽ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ. അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടിലും, അല്ലേ? അതെ അതെ. കണ്ടില്ലേ, ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ്. ഒടിയാനും ചതയാനും ഇനി ഒന്നും ബാക്കിയില്ല. മാം പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഓ സർ, ഇവിടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ഇവിടെ അയ്യോ എടാ, മാഡത്തിന് 6 മണിക്കൂർ റിസപ്ഷൻ ഉണ്ട് അല്ലേ മാം? അതെ, ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ തന്നെ പഴകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകിക്കണ്ട. ഈ പാട് ഇൻക്വസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും? നോ. റിപ്പോർട്ട് നിങ്ങളും വായിച്ചതല്ലേ? അതെ. എനിക്ക് ഒരു 5 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം. ഫേസിന്റെ ക്ലോസ് ഷോട്ട്സ്, എല്ലാ പോസിബിൾ ആംഗിൾസ്, പിന്നെ ഫുൾ ബോഡി, ഇഞ്ച് ടു ഇഞ്ച്, എവറി മാർക്ക് ഇൻ ഡീറ്റെയിൽ. ഡോക്ടർ പ്ലീസ് കം, പ്ലീസ് കം. സാർ, അയ്യോ ഇല്ല സാർ. ഞാൻ എത്തിക്കോളാം സാർ. ഇല്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം സാർ. CM ആയിരുന്നു. കളിയാക്കുന്നോടാ? അല്ല പിന്നെ, ചില നേരത്തെ സാറിന് പഴയ നാടകത്തിലെ 4 പോലീസിന്റെ ഊര. മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക, ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക, അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക. നാണമില്ല സാറേ? അയ്യേ. എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ്? അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ IG ബാലുവിന്റെ IG ബാലുവോ? നിന്റെ കീഴാഫീസറാന്നോട് IG ബാലഗോപാലൻ സാർ. ബാലഗോപാലൻ സാർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി. ഷീസ് ടു ഗുഡ് എ പ്രൊഫഷണൽ. അങ്ങനെ ഒന്നും മിസ് ചെയ്തായിട്ട് തോന്നുന്നില്ല. എക്സെപ്റ്റ് ഈ മുറിവ് അടികൊണ്ട പാടാ. എന്ന് വെച്ചാൽ കമ്പിളി കണ്ടൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് 6 സ്റ്റിച്ച് ഇട്ട പാട്. അതുകൊണ്ട് സാർ, ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചില്ല. മഹാസ്ട്രലിയും എൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു. അയ്യോ, മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല, അങ്ങനെ ആവണമെന്നുമില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ഇതിന്റെ പേര് മോളിൽ നിന്ന് തെറിവെല്ലാം വരുവോ? നീ പറഞ്ഞു കുഴപ്പിച്ചോ? ഇല്ല സാർ, ഒരു IPS-കാരന്റെ 2ാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരുടെ വെർഷൻ കറക്റ്റ് ആണ്. മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല. ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല. സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു സാർ. ഈ ജോസ് മരിക്കുന്നതിന് മുമ്പ്, അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിത്തിങ്. വെറും മടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്.
അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാം സർ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. IPS കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ? സർ, ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര്, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ, ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെന്തെങ്കിലും ഉണ്ട് സർ, ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ഉറപ്പില്ല, അങ്ങനെ ആവാം അല്ലേ? അതെ സർ, ഈ മഹാനഗരത്തിൽ ഒരു വർഷം 100 കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ. മർഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നും ഒട്ട് തെളിയാറുമില്ല അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? എടാ, അത് ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സർ? നിങ്ങളോ അതോ നിങ്ങൾ ഇത് ഏൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ CM അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് സർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി, ബാക്കി വഴിയെ. ബാക്കി വഴി അറിയണം, ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? ഡാ, എന്നാ സർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പലെ? നമുക്കൊന്ന് ചോദിച്ചാലോ സർ? ഓ, ഇവനെന്റെ തല തെറിപ്പിക്കും. രാത്രി ഗസ്റ്റ് ഹൗസില് എടാ CM കാണുന്നു. ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് 9 PM. ലാൽ സലാം. CM, ഇനി ഒന്ന് ശ്വാസം വിട്ടെ. അയ്യോ CM, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സർ ബുദ്ധിമുട്ടായിട്ട്? കേൾക്കുന്നില്ലേ? എന്തുവാ? അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേച്ചിച്ചെന്നിരിക്കുമ്പോ ശരിയാവുന്നില്ല. വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല. എന്റെ ഭഗവതി, സത്യം. അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി. അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല. മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം, ഇത്തവണ ശരിയായിക്കോളും. ഓ, എവിടെ? ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രിയിൽ പോയി കിടക്കണം. എനിക്ക് ലണ്ടനാ പഥ്യം. ഇവിടെ പോളന്മാരാ ഈ ഡോക്ടേഴ്സ്. എന്റെ പൊന്നു ഡോക്ടർ. ശരി സർ, നാളെ രാവിലെ. മാഡം എടാ, ഞാൻ 20 സെക്കൻഡ് ദുബായിലെത്തും. പിന്നെ അവന്മാരാ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല. കുത്തിപ്പിടിച്ചിങ്ങ് മേടിച്ചോണം. ചുമ്മാ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി. എല്ലാം അറിയാം, ഏത് ഡീലാ, എത്ര എമൗണ്ടാ, എല്ലാം ചുമ്മാ. പറയാം. IG ഷിഹാബുദ്ദീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിട്ടോണ്ട് പോയച്ചാ മതി. ആരെങ്കിലും കാണാൻ വന്ന് നിൽക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടിച്ചെന്നോളൂ, കക്ഷം കാണിച്ചോണ്ട്. അങ്ങോട്ട് ഊരിക്കേ. ഇപ്പൊ വരും. അഭി ആയേഗാ? ആയേഗാ. എടാ, തന്നെ എന്തിനാണ് കുറെ നേരം അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്? സർ, മുझे മൂഞ്ചാർ में പോസ്റ്റിംഗ്. എടോ, മൂഞ്ചാറല്ല, മൂന്നാർ. പന്നിയുടെ ഇന്നാ മൊരങ്ങോടൻ. അല്ലെങ്കിൽ തന്നെ പേര് കേട്ടാ മതി. ഇപ്പൊ ചൊറിയാൻ. CM, ഇയാളാ ഇടുക്കിയിലെ പോസ്റ്റിങ്ങിന്റെ മറ്റേ ജഹാംഗീറിന്റെ. കണ്ടാ മതി. ജി സർ. എവിടെയോ മറ്റവൻ പുറത്തുണ്ട്. വിളിപ്പിക്കണോ സഹദേവാ? എന്നാ